സ്പൈഡർമാൻ ബ്രാൻഡ് ഈ മാസം അവസാനം വേൾഡ് വൈഡ് ആയിട്ട് റിലീസ് ചെയ്യാൻ പോവുകയാണ്. ബ്രാൻഡ് കാണുന്നതിന് മുമ്പ് നമ്മൾ അറിയേണ്ട കഥകളും ഇതുവരെ നടന്നിട്ടുള്ള കഥകളൊക്കെ പല ആൾക്കാരും കണ്ടിട്ടുണ്ടാവും, ബട്ട് ഇപ്പോൾ ഓർമ്മയുണ്ടാവില്ല. തന്നെ ഒരുപാട് വർഷമായ ഒരു സ്പൈഡർമാൻ മൂവി തന്നെ ഇറങ്ങിയിട്ട് ഹൾക്ക്, പണിഷർ പോലുള്ള ക്യാരക്ടേഴ്സും ഡയർഡബിളിന്റെ ഒക്കെ ഒരു ക്യാമിയോയും ഈ സിനിമയിൽ നമുക്ക് പ്രതീക്ഷിക്കാം. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ കാണുമ്പോൾ ഈ കാര്യങ്ങളൊക്കെ കൃത്യമായി അറിഞ്ഞാലാണ് തന്നെ നമുക്ക് കണക്ട് ചെയ്ത് ഈ സിനിമ കാണാനായിട്ട് പറ്റുകയുള്ളൂ. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ ഈ ഒരു 10-15 മിനിറ്റ് ഉള്ള ഒരു വീഡിയോ കൊണ്ട് തന്നെ ഈ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പോൾ അധികം ഒന്നും പറഞ്ഞ് വെയിറ്റ് ചെയ്യുന്നില്ല, വേഗം തന്നെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. MCUവിൽ നമുക്ക് ആദ്യമായിട്ട് ഈ സ്പൈഡർമാനെ കാണാനായിട്ട് പറ്റുന്നത് ക്യാപ്റ്റൻ അമേരിക്ക സിവിൽ വാറിലാണ്. ഈ ഒരു മൂവിയിലാണെങ്കിൽ ഒരു മാസ് എൻട്രിയാണ് സ്പൈഡർമാൻ നടത്തുന്നത്. ക്യാപ്റ്റൻ അമേരിക്കയും സ്പൈഡർമാനും തമ്മിൽ ചെറിയൊരു ഫൈറ്റും ഒക്കെ നമുക്കിവിടെ കാണാനായിട്ട് പറ്റും. ക്യാപ്റ്റന്റെ ഷീൽഡ് ഒക്കെ എടുത്തിട്ട് സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്തൊക്കെ അടിപൊളിയായിട്ടാണ് കാണിച്ചു തന്നത്. അതുപോലെ തന്നെ ഈ ഒരു മൂവി തന്നെ ബക്കിയുമായിട്ടും ചെറിയൊരു ഫേസ് ഓഫ് കാണിച്ചു തന്നിരുന്നു. ഇതിനുശേഷം പിന്നെ സ്പൈഡർമാനെ നമ്മൾ പിന്നെ കാണുന്നത് ഹോം കമ്മിയിലാണ്. അതിലാണെങ്കിൽ കൃത്യമായ ഒരു ഒറിജിൻ ഒന്നും സ്പൈഡർമാൻ കാണിച്ചു തന്നിട്ടില്ല. എല്ലാ സിനിമയിലും ഉള്ളതുപോലെ തന്നെയുള്ള സ്പൈഡർമാന്റെ ആ ഒരു റേഡിയോ ആക്റ്റീവ് ചലന്തി കടിക്കുന്നത് തന്നെയാണ് അതിലും ഒറിജിനായിട്ട് പറയുന്നത്. അതിനുശേഷമാണെങ്കിൽ സ്പൈഡർമാന്റെ സ്കൂൾ ലൈഫും അതുപോലെ തന്നെ അവിടെ ഉണ്ടാകുന്ന ക്രഷും എന്നിട്ട് അവളുടെ തന്ത തന്നെ പൾസർ എന്നൊരു വില്ലനായിട്ട് മാറുന്നതുമൊക്കെയാണ് ഇതിലും പറയുന്ന ഒരു സ്റ്റോറി ലൈൻ എന്നത്. അതിനുശേഷം അവരെ എതിർക്കാനായിട്ട് പോകുന്നതും ഒരുപാടധികം പ്രശ്നങ്ങളിൽ നിന്ന് ചാടുന്നതും അവിടെയൊക്കെ അയൺമാൻ വന്ന് രക്ഷിക്കുന്നതുമാണ് ഇതിലൊരു മെയിൻ സ്റ്റോറി ആയിട്ട് പോകുന്നത്. പീറ്ററിന്റെ മെയിൻ ഫ്രണ്ട് ആയിട്ടുള്ള നെഡ് എന്ന ക്യാരക്ടർ സ്പൈഡർമാൻ പീറ്റർ ആണെന്ന് മനസ്സിലാക്കുകയും പിന്നെ പീറ്ററിന് വേണ്ടിയിട്ടുള്ള സഹായങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. അവസാനമാണെങ്കിൽ ആ ഒരു വൾച്ചറിന്റെ ടീമുമായിട്ട് തന്നെ ഒരു ഷിപ്പിൽ വെച്ച് ഫൈറ്റ് നടക്കുകയും ആ ഒരു ഷിപ്പ് മൊത്തത്തിൽ തകർന്നു പോവുകയും ചെയ്യുന്നു. ആ ഒരു ഷിപ്പിലുള്ള ആൾക്കാരെയൊക്കെ രക്ഷിക്കാൻ തന്നെ സ്പൈഡർമാൻ ഒരുപാട് നോക്കുന്നുണ്ട്. പക്ഷെ അവിടെ വന്ന് അയൺമാൻ ഹെൽപ്പ് ചെയ്യുകയും അവസാനം അവിടെയുള്ള എല്ലാവരെയും അയൺമാൻ രക്ഷിക്കുകയും ചെയ്യുന്നു. അതിനുശേഷം പിന്നെ പീറ്ററും അയൺമാനും തമ്മിലുള്ള കോൺവെർസേഷനും ഒക്കെയാണ് അതിൽ പറയുന്നത്. പിന്നെ ലാസ്റ്റ് ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ സ്പൈഡർമാന്റെ ആ ഒരു സൂട്ടാണെങ്കിൽ അയൺമാൻ കൊണ്ടുപോവുകയും പിന്നെ ഫൈനലി വൾച്ചറുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ വേണ്ടി തന്റെ ഹോം മെയ്ഡ് സൂട്ടിൽ തന്നെ സ്പൈഡർമാൻ ഫൈറ്റ് ചെയ്യുന്നതും അങ്ങനെ അവസാനം സ്പൈഡർമാൻ വൾച്ചറിനെ ഡിഫീറ്റ് ചെയ്യുന്നതുമായിട്ടുള്ള ഒരു നോർമൽ സ്റ്റോറിയാണ് ഈ ഒരു കഥയിൽ മൊത്തം പറയുന്നത്. ദെൻ ഇതിലാണെങ്കിൽ സ്പൈഡർമാൻ എപ്പോഴും ഈ അയൺമാന്റെ ഒരു സപ്പോർട്ടിലാണ് പോയിരുന്നത്. പിന്നെ അതിനുശേഷം ആ ഒരു സൂട്ട് അയൺമാൻ തിരിച്ചു കൊടുക്കുന്നതോടെ ഈ ഒരു കഥ എൻഡ് ആവുകയാണ്. ഇതിനു ശേഷമാണെങ്കിൽ സ്പൈഡർമാനെ നമ്മൾ കാണുന്നത് പിന്നെ ഇൻഫിനിറ്റി വാറിലാണ്. അയൺമാൻ വേഴ്സസ് സ്കൾ ഒബ്സിഡിയൻ എന്ന ഒരു ഫൈറ്റിന് ശേഷം അവിടെയാണെങ്കിൽ അയൺമാനെ രക്ഷപ്പെടുത്താനായിട്ട് അവിടെ ആ ഒരു ടൈമിൽ സ്പൈഡർമാൻ അവിടെ എൻ്റർ ആവുന്നുണ്ട്. അതിനുശേഷം അയൺമാനും സ്പൈഡർമാനും മജീഷ്യനായിട്ടുള്ള വോങ്ങും ചേർന്നിട്ടാണെങ്കിൽ ഈ ഒരു സ്കൾ ഒബ്സിഡിയനുമായിട്ട് ഫൈറ്റ് ചെയ്ത് നിൽക്കുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ ഡോക്ടർ സ്ട്രേഞ്ചിനെ ഈ ഒരു യു ആകൃതിയിലുള്ള ഒരു സ്പേസ്ഷിപ്പിലേക്ക് ഇബോണിമോ കൊണ്ടുപോകുന്ന ആ ടൈമിൽ ഡോക്ടർ സ്ട്രേഞ്ചിനെ രക്ഷപ്പെടുത്താനായിട്ട് സ്പൈഡർമാൻ നോക്കുന്നുണ്ട്. സ്പൈഡർമാൻ്റെ ഒപ്പം തന്നെ അയൺമാനും ഇതിനായിട്ട് പോകുന്നുണ്ട്. ഈ ഒരു ടൈമിലാണ് സ്പേസ്ഷിപ്പിൽ വെച്ച് അവസാനം ഉയരം കൂടുന്നതിനനുസരിച്ച് തന്നെ സ്പൈഡർമാൻ ശ്വാസം കിട്ടാത്ത ഒരു അവസ്ഥ വരികയും സ്പൈഡർമാൻ ആ ഒരു ടൈമിൽ തന്നെ ബോധം കെട്ട് ഭൂമിയിലേക്ക് വീഴുകയും ചെയ്യുന്നു. ഈ ഒരു ടൈമിൽ അയൺ സ്പൈഡർ സ്യൂട്ട് സ്പൈഡർമാന് കൊടുക്കുകയും ചെയ്യുന്നു. പിന്നെ അയൺമാനും സ്പൈഡർമാനും ചേർന്ന് ഈ ഒരു ടൈമിലാണെങ്കിൽ ഇബോണിമയെ അവിടെ നിന്ന് അടിച്ച് തെറിപ്പിച്ചതിന് ശേഷം ഡോക്ടർ സ്ട്രേഞ്ചിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തുകയാണ്. പിന്നെ ഇവർ ഒരു ഡിസിഷൻ എടുക്കുകയും താനോസിന്റെ ഗ്രഹത്തിൽ വെച്ച് തന്നെ ടൈറ്റനിൽ വെച്ച് തന്നെ താനോസുമായി ഫൈറ്റ് ചെയ്ത് താനോസിനെ ഡിഫീറ്റ് ചെയ്യാമെന്ന ഒരു പ്ലാനിൽ തന്നെ ആ ഒരു സ്പേസ്ഷിപ്പിനെ ടൈറ്റനിലോട്ട് തന്നെ പോവുകയാണ്. ഇതിനുശേഷം അവിടെ എത്തുന്ന ഇവർ അവിടെയുള്ള ഗാർഡിയൻസ് ഓഫ് ഗാലക്സിയെ കണ്ടുമുട്ടുകയും അവരുടെ ഒപ്പം തന്നെ താനോസ് അവിടെ വന്നിറങ്ങുന്ന സമയം തന്നെ താനോസുമായി ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഈ ഒരു ടൈമിലൊക്കെയും സ്പൈഡർമാൻ ഈ ഒരു ഫൈറ്റിലൊക്കെ തന്നെ ഉണ്ടായിരുന്നു. അവസാനം ഡോക്ടർ സ്ട്രേഞ്ചിന്റെ കയ്യിൽ നിന്നും ടൈം സ്റ്റോൺ എടുത്തു പോകുന്ന താനോസ് വക്കാണ്ടയിലെത്തി വിഷന്റെ നെറ്റിയിലുള്ള ആ ഒരു മൈൻഡ് സ്റ്റോണുകളോട് എടുത്ത് ആ സ്നാപ്പിൽ ചെയ്തപ്പോൾ സ്പൈഡർമാനും ഹാഫ് ഓഫ് ദി പോപ്പുലേഷനിൽ മാഞ്ഞു പോവുകയാണ്. പിന്നെ നമ്മൾ സ്പൈഡർമാനെ കാണുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ഫൈനൽ ബാറ്റിലാണ്. ആ ഒരു ഹൾക്കിന്റെ സ്നാപ്പിന് ശേഷം സ്പൈഡർമാനും ബാക്കി മാഞ്ഞുപോയ ആൾക്കാരുടെ ഒപ്പം തന്നെ തിരിച്ചു വരികയാണ്. പിന്നെ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിൽ ടോണി സ്റ്റാർക്കുമായുള്ള ആ ഒരു ഇമോഷണൽ കണക്ഷനും ഒക്കെ ഒരച്ഛനും മകനും പോലെയാണ് കാണിച്ചു തന്നത്. ടോണി സ്റ്റാർക്ക് മരിക്കുമ്പോൾ ഉണ്ടാവുന്ന ഇമ്പാക്ട് ഏറ്റവും കൂടുതൽ കാണിച്ചു തന്നത് സ്പൈഡർമാന്റെ ജീവിതത്തിലാണ്. അതിനുശേഷം വന്നിട്ടുള്ള സ്പൈഡർമാന്റെ തന്നെ സിനിമകളായിട്ടുള്ള ഫാർ ഫ്രം ഹോമും നോ വേ ഹോമും ഈ രണ്ട് സിനിമകളിലും ടോണി സ്റ്റാർക്ക് ഇല്ലാത്തതിന്റെ പ്രശ്നങ്ങൾ സ്പൈഡർമാന്റെ ജീവിതത്തിൽ എത്ര വലുതായിരുന്നു എന്നാണ് കാണിച്ചു തന്നത്. ഫാർ ഫ്രം ഹോമിന്റെ പ്രധാനമായുള്ള കഥ ടോണി സ്റ്റാർക്ക് മരിച്ച വിഷമത്തിൽ അകപ്പെട്ടിരിക്കുന്ന സ്പൈഡർമാന് ടോണി സ്റ്റാർക്കിന്റെ തന്നെ ആഗ്രഹപ്രകാരം ഇമിത് ക്ലാസ് സ്പൈഡർമാനെ കിട്ടുകയാണ്. ഈ ഒരു ടൈമിലാണെങ്കിൽ മിസ്റ്റീരിയോ എന്ന വില്ലൻ നിക് ഫ്യൂരി ആൻഡ് സ്പൈഡർമാനെ മാനിപ്പുലേറ്റ് ചെയ്ത് ഞാനാണ് അടുത്തൊരു ഹീറോ എന്നൊരു പദവിക്ക് കൃത്യമായ യോഗ്യനെന്ന് തെളിയിച്ചുകൊണ്ട് ഈ ഒരു ഗ്ലാസ് സ്പൈഡർമാന്റെ കയ്യിൽ നിന്ന് തന്നെ വാങ്ങുകയാണ്. ഈ ഒരു ടൈമിലാണ് പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്ന കാര്യം MJയും അറിയുന്നത്. ഇതിനുശേഷം മിസ്റ്റീരിയോയുടെ എല്ലാ കള്ളത്തരും കണ്ടുപിടിക്കുന്ന പീറ്റർ പാർക്കർ മിസ്റ്റീരിയോയുമായി ഫൈറ്റ് ചെയ്യുന്നുണ്ടെങ്കിലും അവിടെ മിസ്റ്റീരിയോ ആണ് ജയിക്കുന്നത്. ഇതിനുശേഷമാണെങ്കിൽ ഹാപ്പി യോഗനുമായി ചേർന്ന് ഒരു പുതിയ സൂട്ട് ഉണ്ടാക്കുകയും അവസാനം മിസ്റ്റീരിയെ പീറ്റർ ഡിഫീറ്റ് ചെയ്യുന്നുമുണ്ട്. ഇവിടെ വെച്ച് MJയും പീറ്ററും ഒന്നാവുകയും ചെയ്യുന്നുണ്ട്. മിസ്റ്റീരിയോ മരിക്കുന്നതിന് മുമ്പ് പീറ്ററിനിട്ട് ഇടിവിട്ട് പണി കൊടുത്തിട്ടാണ് പോകുന്നത്. പീറ്റർ പാർക്കറാണ് സ്പൈഡർമാൻ എന്നുള്ള കാര്യം എല്ലാ മാധ്യമങ്ങളോടും മിസ്റ്റീരിയോ തുറന്നു പറയുന്നു. ഇതിന്റെ ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് സ്പൈഡർമാൻ നോ വേ ഹോം നടക്കുന്നത്. താൻ കാരണം
തന്റെ ഫ്രണ്ട്സിനും ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാവുന്നെന്ന് മനസ്സിലാക്കിയ സ്പൈഡർമാൻ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അടുത്ത് പോവുകയും ഒരു സ്പെല്ലിട്ട് ഇതൊക്കെ റെഡിയാക്കാനായിട്ട് നോക്കുന്നുണ്ട്. പീറ്റർ തന്നെ ചെയ്യുന്ന മിസ്റ്റേക്ക് കാരണം ഈ ഒരു സ്പെൽ മൊത്തത്തിൽ മൾട്ടിവേഴ്സിനെ തന്നെ ബാധിക്കുകയും പീറ്റർ പാർക്കർ ആണ് സ്പൈഡർമാൻ എന്നറിയുന്ന എല്ലാ വില്ലന്മാരും ആ ഒരു യൂണിവേഴ്സിലേക്ക് വരികയും ചെയ്യുന്നു. അവസാനം ഡോക്ടർ സ്ട്രേഞ്ചിനെ എതിർത്ത് ഇവരെല്ലാവരും ആ ഒരു വില്ലന്മാരെ ഹെൽപ്പ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും ഗ്രീൻ ഗ്ലോബിളിനാണെങ്കിൽ സ്പൈഡർമാന്റെ ഗ്രാൻഡ്മയെ കൊന്നുകളയുന്നു. ആ വില്ലന്മാർ വന്ന യൂണിവേഴ്സിലെ സ്പൈഡർമാൻ സൈഡിലെ ആൻഡ്രോ ഗാർഫിൻ ആൻഡ് ടോബി മെക്യൂറി ഈ 2 സ്പൈഡർമാൻ വേർഷനും ഇവിടെ എത്തുകയും പീറ്റർ പാർക്കറിനെ ഹെൽപ്പ് ചെയ്യുകയും ചെയ്യുന്നു. അവസാനം അവർ 3 പേരും ഒന്നിച്ചു ചേർന്നുകൊണ്ട് എല്ലാ വില്ലന്മാരും ഡിഫീറ്റ് ചെയ്യുകയും മൾട്ടിവേഴ്സ് കൊളാപ്സ് ആവുന്നത് തടയാൻ വേണ്ടി ടോം ഹോളൻഡ് വേർഷൻ ഓഫ് സ്പൈഡർമാൻ താനാണ് സ്പൈഡർമാൻ എന്ന കാര്യം ഈ ഒരു യൂണിവേഴ്സിലെ എല്ലാവരും മറക്കാനായിട്ടുള്ള ഒരു സ്പെൽ ഇടാനായിട്ട് ഡോക്ടർ സ്ട്രേഞ്ചിനോടായിട്ട് പറയുന്നു. ഇതിനുശേഷമാണെങ്കിൽ സ്പൈഡർമാൻ അറിയുന്ന എല്ലാവരും തന്നെ പീറ്റർ പാർക്കർ എന്ന ഐഡന്റിറ്റി മറക്കുകയാണ്. സ്പൈഡർമാന്റെ ബെസ്റ്റ് ഫ്രണ്ടായ നെഡിനും MJയ്ക്കും പോലും ഈ ഒരു കാര്യം അറിയില്ല. താൻ ആരാണെന്നറിയാത്ത ഈ ഒരു ലോകത്തെ സംരക്ഷിക്കാൻ വേണ്ടി താൻ തന്നെ ഉണ്ടാക്കിയ സ്യൂട്ട് ഉപയോഗിച്ച് ലോകത്തെ സംരക്ഷിക്കാൻ പോകുന്ന ഒരു പുതിയ തുടക്കവും കാണിച്ചുകൊണ്ടാണ് സ്പൈഡർമാൻ നോ വേ ഹോം അവസാനിക്കുന്നത്. ഈ ഒരു ഇവന്റ്സ് ഒക്കെ നടന്നതിന് ശേഷം 4 വർഷത്തിന് ശേഷമുള്ള കഥയാണ് സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിൽ പറയുന്നത്. ബ്രാൻഡ് ന്യൂ ഡേയിൽ സ്പൈഡർമാന്റെ ഒപ്പം തന്നെ ഇമ്പോർട്ടന്റ് ആയ മറ്റൊരു ക്യാരക്ടറാണ് ബ്രൂസ് ബാനർ. ഹൾക്ക് എന്ന ക്യാരക്ടറിന്റെ ഫസ്റ്റ് മൂവി 2003 ഹൾക്ക് എന്ന ക്യാരക്ടറിന്റെ ഒറിജിൻ സ്റ്റോറിയാണ് ആ ഒരു മൂവിയിൽ പറയുന്നത്. ആ ഒരു സിനിമയിലെ ആക്ടർ എറിക് ബാനയാണ്. അതിനുശേഷം വന്ന ഇൻക്രെഡിബിൾ ഹൾക്ക് മൂവിയിലെ ആക്ടർ എന്നത് എഡ്വേർഡ് നോർട്ടൺ ആയിരുന്നു. ബെസ്റ്റ് ഹൾക്ക് മൂവി തന്നെയായിരുന്നു ഇൻക്രെഡിബിൾ ഹൾക്ക്. ഹൾക്ക് എന്ന ക്യാരക്ടറിന് 100% നീതി പുലർത്തിയ ആക്ടർ തന്നെയായിരുന്നു. ദെൻ ആ ഒരു മൂവിയും അടിപൊളി തന്നെയായിരുന്നു. താൻ കാരണം ഒരു പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ വേണ്ടി ബ്രൂസ് ബാനർ മറ്റൊരു സ്ഥലത്ത് ഒളിച്ചു താമസിക്കുകയും ഹൾക്ക് വരാതിരിക്കാൻ വേണ്ടി കൺട്രോൾ ചെയ്യുകയും ചെയ്യുന്നു. തണ്ടർബോൾട്ട് റോസും ആർമി ടീമും ബ്രൂസ് ബാനറിനെ പിന്തുടരുകയും ഒരുപാടധികം പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നു. അവസാനം ഹൾക്ക് പുറത്തു വരികയും അവരുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനുശേഷം ഹൾക്കിനെ ഉണ്ടാക്കിയതുപോലെ തന്നെ ഒരു ആർമി ഓഫീസറുടെ ദേഹത്ത് സിറമൊക്കെ കുത്തിവെച്ച് അബോമിനേഷൻ എന്നൊരു മോൺസ്റ്ററിനെയും ഉണ്ടാക്കുന്നു. അവസാനം ഹൾക്കും അബോമിനേഷനും തമ്മിലുള്ള ഫൈറ്റിന് ശേഷമാണ് ഈ ഒരു മൂവി അവസാനിക്കുന്നത്. പിന്നെ നമ്മൾ ഹൾക്കിനെ കാണുന്നത് ദ അവഞ്ചേഴ്സ് എന്ന മൂവിയിലാണ്. ആ ഒരു മൂവിയിൽ ഹൾക്കായിട്ടും ബ്രൂസ് ബാനറായിട്ടും അഭിനയിച്ചത് മാർക്ക് ബഫല്ലോ എന്ന പുതിയൊരു ആക്ടർ ആയിരുന്നു. ടെക്നിക്കൽ സപ്പോർട്ടിന് വേണ്ടിയാണ് ബ്രൂസ് ബാനറിനെ കൊണ്ടുവരുന്നതെങ്കിലും ലോക്കിയുടെ ഇൻഫ്ലുവൻസ് മൂലം ബ്രൂസ് ബാനർ ഹൾക്കായി മാറുകയും എല്ലാവരെയും അടിച്ചു തെറിപ്പിക്കുകയും തോറുമായി തന്നെ ഫൈറ്റ് നടക്കുകയും ഒക്കെ ചെയ്യുന്നു. അവസാനം അവഞ്ചേഴ്സ് ഒന്നായി ഫൈറ്റ് ചെയ്യുന്ന ആ ഒരു സമയത്ത് ചിത്തോറി ആർമിയുമായിട്ടുള്ള ആ ഒരു ഫൈറ്റും ഹൾക്കിന്റെ ബെസ്റ്റ് ഫൈറ്റിൽ ഒന്ന് തന്നെയായിരുന്നു. പിന്നെ നമ്മൾ ഹൾക്കിനെ കാണുന്നത് അവഞ്ചേഴ്സ് ഏജ് ഓഫ് അൾട്രോണിലാണ്. ദെൻ അതിലാണെങ്കിൽ ബ്രൂസ് ബാനറും ടോണി സ്റ്റാർക്കും ചേർന്നാണ് അൾട്രോൺ എന്ന ഒരു പുതിയൊരു AI തന്നെ ഉണ്ടാക്കുന്നത്. ആ ഒരു മൂവിയിലെ വാണ്ടയുടെ ഇൻഫ്ലുവൻസ് മൂലം ഹൾക്ക് മുഴുവൻ കൺട്രോൾ വിട്ട് സിറ്റിയിലുള്ള എല്ലാവരെയും അറ്റാക്ക് ചെയ്യുകയും ചെയ്യുന്നു. ഇതിനവസാനമായി ഹൾക്ക് തന്നെ ക്വിൻജെറ്റിൽ കയറി ഭൂമി വിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഇതിനുശേഷം പിന്നെ നമ്മൾ ഹൾക്കിനെ കാണുന്നത് തോർ റാഗ്നറോക്കിലാണ്. ഏജ് ഓഫ് അൾട്രോണിൽ ഭൂമി വിട്ടു പോകുന്ന ഹൾക്ക് സക്കാർ എന്ന പ്ലാനറ്റിലാണ് എത്തിച്ചേരുന്നത്. കുറച്ച് വർഷങ്ങൾക്ക് ശേഷം തന്നെ അവിടുത്തെ ചാമ്പ്യനായി തന്നെ ഹൾക്ക് മാറുകയും തോറുമായിട്ട് അതിനുശേഷം ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഈ ഒരു സിനിമയിലാണ് ഹൾക്ക് എന്ന ക്യാരക്ടറിന്റെ ഇമോഷനൊക്കെ ഓവറായി തന്നെ എക്സ്പാൻഡ് ആവുന്നത്. അവസാനം ഈ ഒരു മൂവി തോറാണെങ്കിൽ ബ്രൂസ് ബാനറുമായി തന്നെ സക്കാറിൽ നിന്നും അഫ്ഗാഡിലേക്ക് പോവുകയും അവിടെ വെച്ച് ഹൾക്ക് വേഴ്സസ് ജെയിന്റ് ഫോക്സ് എന്ന ഫൈറ്റും സർത്തറുമായിട്ടുള്ള ഒരു ഫൈറ്റും ഒക്കെ ഹൾക്കിന്റെ പീക്ക് ഫോം തന്നെയാണ്. അതിനുശേഷം പിന്നെ നമ്മൾ ഹൾക്കിനെ കാണുന്നത് അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിലാണ്. അവിടെയാണെങ്കിൽ താനോസുമായി നടക്കുന്ന ഫസ്റ്റ് ഫൈറ്റിൽ തന്നെ ഹൾക്ക് ഡിഫീറ്റ് ആവുകയും ഹൾക്കിനെ ഹെയ്ന്താൽ തന്നെ ഡോക്ടർ സ്ട്രേഞ്ചിന്റെ അടുത്ത് എത്തിക്കുകയും അവിടെ ഹൾക്കിൽ നിന്നും ബ്രൂസ് ബാനർ ആയിട്ട് മാറുകയും ബ്രൂസ് ബാനർ ആണെങ്കിൽ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും പറഞ്ഞ് വിശദമാക്കുകയും ചെയ്യുന്നു. ആ ഒരു യു ആകൃതിയുള്ള സ്പേസ് ഷിപ്പ് ഭൂമി ലാൻഡ് ആവുന്ന സമയം മുതൽ അവിടെ നടക്കുന്ന ഓരോ ഫൈറ്റിലും ബ്രൂസ് ബാനർ ഉണ്ടെങ്കിലും ഹൾക്ക് പുറത്തു വരാതെ തന്നെ ഇരിക്കുകയാണ് ചെയ്യുന്നത്. അവഞ്ചേഴ്സ് ഇൻഫിനിറ്റി വാറിന്റെ എൻഡ് വരെയും ഹൾക്ക് പുറത്ത് വന്നിട്ടേ ഇല്ല. അതിനുശേഷം പിന്നെ നമ്മൾ ഹൾക്കിനെ കാണുന്നത് അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിലാണ്. ഈ ഒരു ടൈമിലാണെങ്കിൽ അവഞ്ചേഴ്സ് എൻഡ് ഗെയിമിന്റെ ഹൾക്ക് എന്നത് പ്രൊഫസർ ഹൾക്കാണ്. ബ്രൂസ് ബാനറും ഹൾക്കിന്റെയും കോമ്പൈൻഡ് ഫോമാണ് ഈ ഒരു എൻഡ് ഗെയിമിൽ നമ്മൾ കാണുന്ന ഹൾക്ക് വേർഷൻ. ഫാൻസിനെ ഒട്ടും തന്നെ ഇഷ്ടമില്ലാത്ത ഒരു ഹൾക്ക് ഫോമാണ് പ്രൊഫസർ ഹൾക്ക് എന്നത്. പിന്നെ ബാക്കിയുള്ള ആളുകളെ രക്ഷപ്പെടുത്താൻ വേണ്ടി ടൈം ട്രാവൽ ചെയ്ത് പോകുമ്പോൾ 2012 ഏൻഷ്യൻ മണിയുടെ അടുത്ത് പോയി ആ ഒരു ടൈം സ്റ്റോൺ എടുത്തിട്ടാണ് ഹൾക്ക് വരുന്നത്. പിന്നെ ആ ഒരു അയൺമാൻ്റെ ആ ഒരു ഇൻഫിനിറ്റി ഗോൾലെറ്റ് ഉണ്ടാക്കുന്നത് ഹൾക്കും കൂടി ചേർന്നാണ്. റോക്കറ്റിന്റെയും അയൺമാന്റെയും ഒപ്പം ഹൾക്കും ആ ഒരു ടൈമിൽ ഉണ്ടായിരുന്നു. അവസാനം ഹൾക്കാണ് ആ ഒരു സ്നാപ്പ് ചെയ്ത് മാഞ്ഞുപോയ എല്ലാവരെയും തിരിച്ചു കൊണ്ടുവരുന്നത്. ഈ ഒരു ടൈമിലാണ് താനോസിന് അറ്റാക്ക് നടക്കുന്നതും ഓൾറെഡി ഇഞ്ചോർഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ ഹൾക്കിന് പിന്നെ അവിടെ പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനായിട്ട് കഴിയുന്നില്ല. പിന്നെ അതിനുശേഷം നമ്മൾ ഹൾക്കിനെ കാണുന്നത് ഷാങ്ചി മൂവിയുടെ അവസാനമാണ്. അവിടെ നമുക്ക് ഹൾക്കിനെ ബ്രൂസ് ബാനറിന്റെ ഒരു ഹോളോഗ്രാം പോലെയാണ് കാണാനായിട്ട് പറ്റുക.
അതിനുശേഷം ബ്രൂസ് ബാനറിന്റെ കസിനായുള്ള ജെനിഫർ പോകുന്ന വണ്ടി ആക്സിഡന്റ് ആവുകയും അതുവഴി ബ്രൂസ് ബാനറിന്റെ ആ ഒരു ബ്ലഡ് ആണെങ്കിൽ ജെനിഫറിന്റെ ബ്ലഡുമായി മിക്സ് ആവുന്നു. ഇതിന് ശേഷം എന്താണ് ഉണ്ടായെന്നത് ഞാൻ അധികം പറയുന്നില്ല. ിനെ പറ്റി ഇത്ര കാര്യങ്ങളാണ് പറയാനായിട്ടുള്ളത്. അതുപോലെ തന്നെ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരാൻ സാധ്യതയുള്ള 2 ക്യാരക്ടേഴ്സ് ആണ് പണിഷർ ആൻഡ് ഡാഡബിൾ സീരീസിലാണ് പണിഷറിനെ ഫസ്റ്റ് ആയിട്ട് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു വില്ലനായിട്ടാണ് കൊണ്ടുവന്നത്. അങ്ങനെ വില്ലനായിട്ട് കൊണ്ടുവന്ന് ആന്റി ഹീറോ ആയിട്ടും ഇപ്പോൾ ഹീറോ ആയിട്ടും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു ക്യാരക്ടറാണ്. ഈ ഒരു സീരീസിലാണെങ്കിൽ കിങ് പിൻ പോലുള്ള മറ്റൊരുപാട് ക്യാരക്ടേഴ്സിന്റെ ഇൻഫ്ലുവൻസ് പണിഷർ എന്ന ക്യാരക്ടറുമായിട്ട് കണക്ട് ചെയ്ത ഒരു സീരീസിൽ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ പണിഷർ ഈ ഒരു സീരീസിൽ മൊത്തത്തിൽ ചെയ്യുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ തന്റെ ഫാമിലിയെ കൊന്ന ഓരോരുത്തരെയും കണ്ടുപിടിച്ച് കൊല്ലുക എന്നൊരു ഡ്യൂട്ടിയാണ്. അതുപോലെ തന്നെ ഇതിനു ശേഷം ഇറങ്ങിയ പണിഷറിന്റെ സോളോ സീരീസിലും ഈ സംഭവം തന്നെയാണ് നടക്കുന്നത്. പിന്നെ ഡയർഡബിൾ തന്നെ ആ ഒരു പോലീസ് കോപ്സിനെ തടയാനായിട്ട് പണിഷറിന്റെ ഹെൽപ്പ് ചോദിക്കുന്നതായിട്ടും ഡയർഡബിൾ സീരീസിൽ നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ട്. അവസാനം ആ ഒരു പോലീസ് കോപ്സ് തന്നെ പണിഷറിനെ പിടിച്ചു കൊണ്ടുപോവുകയും അവിടെ നിന്ന് അവസാനം ആ ഒരു സീരീസിന്റെ അവസാനം അവിടെ നിന്ന് എസ്കേപ്പ് ആവുകയും ചെയ്യുന്നു. അവിടെ ഒരു ലേഡി ആണെങ്കിൽ പണിഷറുമായിട്ട് റിവെഞ്ച് എടുക്കാൻ വേണ്ടി ഒരു തീവ്രവാദ സംഘടനയുമായി ടീം അപ്പ് ചെയ്തുകൊണ്ട് തന്നെ അവിടെ വരികയും പണിഷറുമായിട്ട് ഫൈറ്റ് ചെയ്യുകയും ചെയ്യുന്നു. പണിഷർ ആണെങ്കിൽ ഈ ഒരു ടൈമിൽ എല്ലാവരും രക്ഷപ്പെടുത്തുകയും അവരുമായി ഫൈറ്റ് ചെയ്ത് അവരെ ഡിഫീറ്റ് ചെയ്യുകയും ചെയ്യുന്നു. അതിനുശേഷം ഇനി തന്നെ ലക്ഷ്യം മറ്റുള്ളവരെ സഹായിക്കലാണെന്ന് കൺഫേം ചെയ്തുകൊണ്ട് ഈ ഒരു സീരീസ് ഇവിടെ അവസാനിക്കുകയാണ്. അടുത്തതായിട്ട് ഈ ഒരു സീരീസിൽ വരാൻ ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ള മറ്റൊരു ക്യാരക്ടറാണ് ഡയർഡബിൾ. ചെറുപ്പത്തിൽ തന്നെ കാഴ്ച നഷ്ടപ്പെടുന്ന മാറ്റ് മാർഡോക്ക് എന്ന കുട്ടി ഒരുപാടധികം ട്രെയിനിങ്ങുകൾ ചെയ്ത് ഒരു ബെസ്റ്റ് ഫൈറ്ററായിട്ട് മാറുകയും രാത്രി സമയങ്ങളിൽ ഡയർഡബിൾ എന്ന പേരിൽ ക്രൈമിനെ തടയുകയും ചെയ്യുന്ന ഒരു ക്യാരക്ടറായിട്ട് മാറുന്നു. പകൽ സമയത്ത് ലോയറായി ആളുകളെ സഹായിക്കുകയും ചെയ്യുന്ന ഒരു കഥാപാത്രം തന്നെയാണ് ഡയർഡബിൾ. അതുപോലെ തന്നെ മോസ്റ്റ് പവർഫുൾ വില്ലനായിട്ടുള്ള കിങ് പിങ്ങിനെ തടഞ്ഞു നിർത്തലാണ് ഈ ഒരു ഡയർഡബിളിന്റെ പ്രധാനമായുള്ള ഒരു എയിം എന്ന രീതിയിൽ നമുക്ക് പറയാനായിട്ട് പറ്റും. അതിനുശേഷം സീസൺ 1 അവസാനത്തിൽ കിങ് പിങ് ആണെങ്കിൽ ജയിലിൽ പോകുന്നുണ്ട്. ജയിലിൽ പോയതിനു ശേഷവും ഡയർഡബിളിന് ഓപ്പോസിറ്റ് ആയിട്ട് ഒരുപാട് കാര്യങ്ങൾ കിങ് പിങ് ചെയ്യാനായിട്ട് നോക്കുന്നുണ്ട്. ബ്രാൻഡ് ന്യൂ ഡേയിൽ ഇനി അപ്പിയറൻസ് നടത്താനായിട്ട് പോകുന്ന ഒരു പ്രധാനമായ വില്ലൻ ഡയർഡബിളിന്റെ സീസൺ 2 വരുന്നുണ്ട്. ആ ഒരു സീസണിൽ തന്നെയാണ് പണിഷറും വരുന്നത്. പിന്നെ അതിനുശേഷമാണെങ്കിൽ ഡിഫൻഡേഴ്സ് എന്ന സീരീസിലാണെങ്കിൽ ഈ ഒരു ഡയർഡബിളിൻ്റെ ഒപ്പം തന്നെ മറ്റൊരുപാട് സൂപ്പർ ഹീറോസും ഇവരെ തടയാനായിട്ട് വരുന്ന ഹാൻഡ് ടീമിനെ നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവരാണെങ്കിൽ നമ്മുടെ ബ്രാൻഡ് ന്യൂ ഡേയിൽ വരുന്ന അതേ ടീം തന്നെയാണ്. അതിനുശേഷം പുതിയ വില്ലന്മാർ മറ്റൊരുപാട് പ്രശ്നങ്ങളും മാഫിയ വേൾഡിൽ ഉണ്ടാകുന്ന ഒരുപാടധികം ക്രൈംസും തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് ഈ ഇതിൽ പറയുന്നത്. അവസാനം കിങ് പിന്നും തിരിച്ചു വരുന്നുണ്ട്. ഇങ്ങനെയുള്ള പ്രശ്നങ്ങളെയൊക്കെ തടയാനായിട്ട് നോക്കുന്ന ഡയർഡബിൾ എന്ന ക്യാരക്ടറിനെ പറ്റി തന്നെയാണ് ഈ ഒരു ഇതിൽ കൃത്യമായി തന്നെ കാണിച്ചു തന്നിട്ടുള്ളത്. പിന്നെ അതിനുശേഷം ഡയർഡബിൾ ബോൺ അഗെയിൻ എന്ന പുതിയൊരു സീരീസും വന്നിരുന്നു. അതിലാണെങ്കിൽ ഡയർഡബിളിന്റെ ഫ്രണ്ടിന്റെ മരണത്തെ തുടർന്ന് ഈ ഒരു ഐഡന്റിറ്റി തന്നെ മറച്ചു വെച്ച് 1 കൊല്ലത്തോളം ജീവിക്കുകയും എന്നാൽ കിങ് പിങ് അതിനുശേഷം മേയർ ആവുകയും പുതിയൊരു സൈക്കോ കില്ലർ എൻ്റർ ആവുകയും ചെയ്യുന്നു. ഇതിന്റെ തൽഫലമായി ഡയർഡബിൾ എന്ന ആ ഒരു ഐഡന്റിറ്റിയിലേക്ക് മാറുകയും ആ ഒരു സൈക്കോ കില്ലറിനെ പൂർണ്ണമായി കൊല്ലുകയും ചെയ്യുന്നു. അവസാനം മറ്റൊരുപാട് കഥാപാത്രങ്ങളുടെ സഹായത്താൽ മേയർ പദവിയിൽ നിന്ന് കിങ് പിങ്ങിനെ രാജിവെപ്പിക്കുകയും കിങ് പിങ്ങിനെ ആ ഒരു സിറ്റിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യുന്നു. എന്നാൽ ചില പ്രശ്നങ്ങൾ കാരണം ഡയർഡബിളിന് തന്റെ ഒറിജിനൽ ഐഡന്റിറ്റി റിവീൽ ചെയ്യേണ്ടതായിട്ട് വരുന്നു. ഇതേ തുടർന്ന് അവസാനം ഡയർഡബിൾ ജയിലിൽ പോവുകയാണ് ചെയ്യുന്നത്. ഇതിൽ നിന്നുള്ള ഡയറക്റ്റ് കണ്ടിന്യൂഷൻ ആയിട്ടായിരിക്കും സ്പൈഡർമാൻ ബ്രാൻഡ് ന്യൂ ഡേയിലേക്കും കണക്ട് ചെയ്യാനായിട്ട് പോകുന്നത്. എന്താണെങ്കിലും ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. ഈ ഒരു വീഡിയോയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ എല്ലാവരും കമൻറ്റ് ചെയ്യുക. ഇതായിരുന്നു നമ്മുടെ ആദ്യത്തെ വീഡിയോ. ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അടുത്തൊരു പുതിയ വീഡിയോയുമായി തന്നെ ഉടൻ തന്നെ കാണുന്നതായിരിക്കും. അപ്പോൾ ബൈ.